ഞാൻ മെഡിറ്റേഷൻ, പ്രാർത്ഥനയോട് പ്രാർത്ഥന, സൈലൻസ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇന്നിപ്പോൾ ഈ മോഡേൺ കാലഘട്ടത്തിൽ ആളുകളെല്ലാം ഭയങ്കരമായിട്ട് ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ആയിട്ട് നടക്കുക. മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് പോലും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ പോയി കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യും, അപ്പോൾ ആ ഒരു ഇത് മാറും. പക്ഷേ ആളുകൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അത് അതിന് ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ധ്യാനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് ശാന്തത വേണം, സമാധാനം വേണം, ഞാൻ ഇപ്പം തന്നെ അങ്ങ് ആത്മീയവാദിയായി, എന്നിൽ അങ്ങ് ആത്മീയത സംഭവിച്ചു എന്നൊക്കെയാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലുള്ള 100,000 പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ 100,000 ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ മെഡിറ്റേഷനിലേക്ക് വന്ന് നമ്മൾ ആ ഒരു കാമായിട്ട് നമ്മുടെ മനസ്സിനെ കാമാവുന്ന സമയത്ത് ആദ്യം ഉയർന്നു വരുന്നത് എന്തായിരിക്കും? നമ്മുടെ ഉള്ളിൽ ഈ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വികാരങ്ങളും ചിന്തകളും അടിച്ചമർത്തി വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെയാണ്, അല്ലേ? നമുക്കിപ്പോൾ എല്ലാத்தைയും പ്രകടിപ്പിക്കാൻ പറ്റിയല്ല. കുഞ്ഞുനാളത്തോട്ട് നമ്മൾ നോക്കിയറിയാം. ഇപ്പോൾ നമ്മളൊരു റോസാപ്പ് പറിക്കാൻ പോകുന്നു. ആ റോസാപ്പ് പറിക്കാൻ പോകുമ്പം നമ്മുടെ അമ്മ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയും? മോനെ അവിടെ മുള്ളുണ്ട്, പറിക്കരുത്, അത് തുടരുതെന്ന് പറയും. അത് സപ്രസ് ചെയ്യാണ് അവിടെ. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള വികാരങ്ങളെ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ധ്യാനത്തിലേക്ക് ഒരാൾ ശരിയായ രീതിയിൽ കണക്റ്റ് ആവുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നതാണ്, നമ്മുടെ ഉള്ളിൽ ഈ സപ്രൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുകളിലേക്ക് ഉയർന്ന് വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് മെഡിറ്റേഷനിലേക്ക് അങ്ങോട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ പറയും, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കിത് ചെയ്തിട്ട് ഭയങ്കര ദേഷ്യം വരുന്നു, എനിക്കിത് ചെയ്തിട്ട് ഭയങ്കര ഭയം വരുന്നു എന്നൊക്കെ പറയുന്നത്.